ഹായ് എവ്രി വൺ, ആർഫ്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 24,400 എന്നുള്ള ഒരു സപ്പോർട്ടിന് മുകളിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തെങ്കിലും ഭൂരിഭാഗം സമയങ്ങളിലും 24,300, 24,350 ലെവലിൽ താഴോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കാനാണ് നിഫ്റ്റി ശ്രമിച്ചുകൊണ്ടിരുന്നതെങ്കിലും മൾട്ടിപ്പിൾ ടൈംസ് 24,400 ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അപ്പോൾ 24,400 മുകളിൽ കയറി സസ്റ്റെയിൻ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നിഫ്റ്റിയുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു മൊമെൻറ്റത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഫൈനലായിട്ട് ആ 24,400 ലെവലുകളിൽ തന്നെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ബ്രെഡ്ത്ത് അത്ര മോശമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളും ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളും തമ്മിൽ വലിയ അന്തരമൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ മിഡ് ക്യാപ്പ്, മൈക്രോ ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് പോലെയുള്ള മാർക്കറ്റ് ക്യാപ്പ് കുറഞ്ഞ ഇൻഡെക്സുകളിൽ അത്യാവശ്യം ബൈങ് നടക്കുന്നുണ്ട്. എന്നാൽ ലാർജ് ക്യാപ്പുകളിലാണ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിങ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്നലെ ഇന്ത്യ പുറത്തുവിട്ട ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്ക് പിന്നാലെ US മാർക്കറ്റിലും US ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ജൂലൈ മാസത്തിലെ US ആനുവൽ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തുവിട്ടിരുന്നു. അത് ഇയർ ഓൺ ഇയറിൽ 3.4% ആയിട്ട് കുറഞ്ഞതായിട്ട് കുറച്ച് നല്ലൊരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ് നമുക്ക് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലേഷൻ ഉയരുകയാണ് ചെയ്തതെങ്കിൽ അമേരിക്കയിൽ ഇൻഫ്ലേഷൻ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജൂൺ മാസത്തിലെ അമേരിക്കൻ ഇൻഫ്ലേഷൻ 3.5% ആയിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ലെവലിൽ നിന്നാണ് ഒരു 0.1% കുറവ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ അമേരിക്കയിൽ വരാൻ കാരണം പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു എസ്കലേഷൻ കുറച്ച് കുറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അത്യാവശ്യം 90-നും 70-നും ഇടയിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടാണ് കാര്യമായിട്ട് ഇൻഫ്ലേഷനെ ബാധിക്കാതിരുന്നത്. എന്നാൽ യുദ്ധത്തിന് മുമ്പുള്ള പെട്രോൾ ഡീസൽ വിലയേക്കാൾ ഇപ്പോഴും ഉയർന്നു തന്നെയാണ് ഈ ഫ്യൂൽ പ്രൈസുകൾ നിൽക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയുടെ വർധനവിന് ഇനിയും ഭീഷണി അവസാനിച്ചിട്ടില്ല. എങ്കിൽ പോലും US-ന്റെ കോർ ഇൻഫ്ലേഷൻ, അതായത് ഫുഡും ഫ്യൂൽ പ്രൈസും ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ആ ഒരു ഇൻഫ്ലേഷൻ അത് 2.5% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെഡറൽ റിസർവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെപ്റ്റംബറിലെ ആ ഒരു മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടുകയില്ല എന്നൊരു ആശ്വാസമാണ് അവിടെ നിലനിൽക്കുന്നത്. എന്നാൽ ഇനിയും ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ടാർഗറ്റ് ആയിട്ടുള്ള 2% വരികയാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കട്ടിൻ്റെ സാധ്യതകൾ ഉണ്ട് താനും. US എക്കണോമിയിൽ ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമാകുന്നത് മറ്റ് എമർജിംഗ് മാർക്കറ്റുകളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ഒരു സാധ്യതയും അത് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ ഡാറ്റ എക്സ്പെക്ട് ചെയ്ത ഏകദേശം അതിനോട് അടുത്ത് വന്നതുകൊണ്ട് തന്നെ US മാർക്കറ്റിൻ്റെ ഇൻഡെക്സുകൾ ആദ്യമൊക്കെ ഗ്രീനിലായിരുന്നെങ്കിലും മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിലുള്ള ആ ഒരു തടസ്സങ്ങളുമൊക്കെ തുടർന്നുള്ള ആ ഒരു ട്രേഡിംഗ് സെഷനിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസാണ് US മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അവിടെ ബോണ്ട് ഈൽഡ് കുറഞ്ഞത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. കാരണം പലിശ നിരക്ക് കൂട്ടാൻ ഇനി സാധ്യത കുറവാണെന്നുള്ള പ്രതീക്ഷയിൽ US ഗവൺമെൻറ് ബോണ്ട് ഈൽഡുകൾ താഴോട്ടേക്ക് പോയിരുന്നു. അതുപോലെ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്നത് ബ്രണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നിട്ട് 85 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ ഇന്ന് ജിയോ ഫിനാൻഷ്യൽസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ജിയോ ക്രെഡിറ്റ് ലിമിറ്റഡ് അവരുടെ ഷെയറുകൾ ബാങ്ക് ഓഫ് അമേരിക്ക വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ പ്രിഫറൻഷ്യൽ ഷെയർ വഴി ബാങ്ക് ഓഫ് അമേരിക്ക ഈ ജിയോ ക്രെഡിറ്റിൽ ആദ്യം 26.5% സ്റ്റോക്കുകളാണ് വാങ്ങുന്നത്. രണ്ടാം ഘട്ടമായിട്ട് വാറണ്ടുകൾ ഷെയറുകളായി മാറുന്നതിലൂടെ ഏകദേശം 49% മുകളിലുള്ള ഒരു ഹോൾഡിംഗ് ആയിരിക്കും ബാങ്ക് ഓഫ് അമേരിക്കക്ക് ജിയോ ക്രെഡിറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏകദേശം അത് 18,268 കോടിയുടെ ഒരു ഡീലാണ്. അപ്പോൾ ജിയോ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ജിയോ ഫൈനാൻഷ്യൽസിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു സബ്സിഡിയറിയാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിലത് ജിയോ ഫിനാൻഷ്യൽസിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ട് തന്നെ പ്രവർത്തിക്കും. അതിൻ്റെ ആ ഒരു ബോർഡിൽ 2 കമ്പനികളുടെ ബാങ്ക് ഓഫ് അമേരിക്കയുടെയും ജിയോ ഫിനാൻഷ്യൽസിൻ്റെയും പ്രതിനിധികളുണ്ടാവും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജിയോ ഫിനാൻഷ്യൽസിൻ്റെ ആ ഒരു റീറ്റെയിൽ ലോൺസും അവരുടെ ബിസിനസ് ലോൺസും വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കാരണം ബാങ്ക് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് 250ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ടെക്നോളജിക്കലായിട്ടും ബാങ്കിങ് എക്സ്പെർട്ടൈസിലായാലും അതുപോലെ റിസ്ക് മാനേജ് ചെയ്യുന്ന മെക്കാനിസത്തിലായാലും അവരുടെ ഒരു അഡ്വാൻസ് ടെക്നോളജീസ് ഉപയോഗിക്കാൻ ഇതുവഴി ജിയോ ക്രെഡിറ്റിന് കഴിയും. ബാങ്ക് ഓഫ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഇന്ത്യയുടെ ആ ഒരു ക്രെഡിറ്റ് മാർക്കറ്റിൽ നേരിട്ട് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് അവർക്കൊരു സുവർണാവസരമാണ്. കൂടാതെ ജിയോയുടെ ഡിജിറ്റൽ പ്രസൻസും അവരുടെ വലിയ തോതിലുള്ള കൺസ്യൂമർ ഡിസ്ട്രിബ്യൂഷൻ ആ ഒരു ശൃംഖലയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ബാങ്ക് ഓഫ് അമേരിക്കക്ക് സാധിക്കും. എങ്കിൽ പോലും ഈ ഒരു ന്യൂസ് ജിയോ ഫിനാൻഷ്യൽസിൽ അത്ര പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ജിയോ ഫിനാൻഷ്യൽസിൻ്റെ 100% ഉടമസ്ഥാവകാശം 50% കുറയുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതൊരു നല്ല ലക്ഷണമായിട്ട് സ്വാഭാവികമായിട്ട് കാണുകയില്ല. എന്നാൽ രാവിലെ ഈ ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2% മുന്നേറ്റം തുടക്കത്തിൽ ജിയോ ഫിനാൻഷ്യൽസിൽ ഉണ്ടായിരുന്നെങ്കിലും
ഈ ഒരു ന്യൂസ് മുമ്പേ തന്നെ വന്നതുകൊണ്ട് തന്നെ ഇതിൽ പൊസിഷൻ എടുത്തിട്ടുള്ള ട്രേഡേഴ്സ് സ്വാഭാവികമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിട്ടുണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്കിൻ്റെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് നമ്മൾ കാണുന്നത് PSU സ്ഥാപനങ്ങളായിട്ടുള്ള ഹിന്ദുസ്ഥാൻ സിങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, മെസഗാൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, IRCTC തുടങ്ങിയ PSU സ്റ്റോക്കുകൾ ഓഫേഴ്സുമായിട്ട് വരുന്നു എന്ന വാർത്തയാണ്. അപ്പോൾ ഇതിൽ ഹിന്ദുസ്ഥാൻ സിങ്കിൻ്റെയും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെയും ഓഫേഴ്സ് ഉടൻ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നടപടിക്രമങ്ങൾക്കായിട്ട് മർച്ചൻറ്റ് ബാങ്കേഴ്സിനെ ഓൾറെഡി സർക്കാർ നിയമിച്ചു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ സാധാരണയായിട്ട് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളുടെയോ ഒക്കെ ഓഫേഴ്സ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോർ പ്രൈസ് നിശ്ചയിക്കുന്നത് നിലവിലുള്ള മാർക്കറ്റ് റേറ്റിനേക്കാൾ ഡിസ്കൗണ്ടിലാണ് നിശ്ചയിക്കപ്പെടുക. അത് നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ സ്റ്റോക്ക് ഈ ഒരു ഓഫേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ നേരിടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ കമ്പനികളുടെ ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആയതിനാലും ഓഫേഴ്സിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു വിലയിടിവ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങാനുള്ള നല്ലൊരു അവസരമായിരിക്കും. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ മൊബൈൽ കമ്പനികൾ അവരുടെ ആ ഒരു താരിഫ് വർദ്ധിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ്. അപ്പോൾ ഈ വാർത്ത മുമ്പേ വന്നതാണ്. ഓരോ ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം അഥവാ ആവറേജ് റേറ്റ് പെർ യൂസർ ARPU അതിപ്പോൾ എയർടെല്ലിൻ്റേത് 264 നിന്നും 300 എന്ന ലെവലിൽ എത്തിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റേറ്റ് വരുമ്പോൾ കമ്പനികളുടെ നെറ്റ് പ്രോഫിറ്റും അവരുടെ പ്രോഫിറ്റ് മാർജിനും ഉയരും. കൂടാതെ വോഡഫോൺ ഐഡിയ പോലെയുള്ള വലിയ കടവുമായിട്ട് കഷ്ടപ്പെടുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5G നെറ്റ്വർക്ക് വ്യാപിപ്പിക്കാനും ഈ ഒരു പ്രൈസ് ഹൈക്ക് ഒരുപക്ഷെ സഹായിച്ചേക്കും. എന്നാൽ ഈ ഒരു വാർത്ത മുമ്പേ തന്നെ പ്രചരിക്കപ്പെട്ടതിനാൽ പ്രത്യേകിച്ച് ഈ ടെലികോം താരിഫുകൾ ഉയരും എന്നുള്ള വിശകലനങ്ങളും കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിലുണ്ട്. അതിനാൽ തന്നെ ഓൾറെഡി ഈ സ്റ്റോക്കിൽ അതിൻ്റെ ഒരു പ്രൈസ് ഡിൻ നടന്നു കഴിഞ്ഞതായിരിക്കാം. അതുകൊണ്ടാണ് ഇന്ന് വലിയ മുന്നേറ്റം ഈ സ്റ്റോക്കുകൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയാത്തത്. എന്നാൽ എയർടെലാണ് ഇന്ന് പുതിയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരുടെ ബേസിക് പ്ലാനായിട്ടുള്ള 299 രൂപയുടെ പ്ലാൻ അവർ നിർത്തലാക്കിയിട്ട് ഇനി മുതൽ 349 പ്ലാനുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് ബേസിക് പ്ലാൻ. എല്ലാ പ്ലാനുകളുടെയും നേരിട്ടുള്ള വിലവർധനവും ഉണ്ടാവും. അതൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ലോങ് ടേമിൽ ഈ ഒരു പ്രൈസ് ഹൈക്ക് ഇന്ത്യയിലെ മൊബൈൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടക്കച്ചവടമാണെങ്കിൽ ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന സ്പെക്കുലേഷനും അതുപോലെ പ്രഡിക്ഷൻസും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് MSCI ഇന്ത്യ ഇൻഡെക്സ് അതിൻ്റെ ഒരു റീബാലൻസിങ് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ റീബാലൻസിൽ 4 പ്രമുഖ ഇന്ത്യൻ കമ്പനികൾ ഉൾപ്പെടുത്തുകയും 3 കമ്പനികൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉൾപ്പെടുത്തിയ കമ്പനികളിൽ ലോറസ് ലാബ്സ്, ലെൻസ്കാർട്ട് സൊല്യൂഷൻസ്, അദാനി എനർജി സൊല്യൂഷൻസ്, ഗ്രോയുടെ പേരന്റ് കമ്പനിയായിട്ടുള്ള ബില്യൺ ബ്രൈൻസ് ഗാരേജ് വെഞ്ചേഴ്സുമാണ് ഉള്ളത്. ഒഴിവാക്കിയ സ്റ്റോക്കുകളിൽ ആസ്ട്രോ ലിമിറ്റഡും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും SBI കാർഡ് ആൻഡ് പേയ്മെൻറ്റ് സർവീസുമാണുള്ളത്. കൂടാതെ MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്നും ഇന്ത്യയുടെ ആ ഒരു വെയിറ്റേജ് അത് 11.8% നിന്നും 11.9% ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അവിടെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ സ്റ്റേക്ക് വർദ്ധിച്ചതുകൊണ്ട് ആ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറഞ്ഞതിനാൽ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഇൻഡെക്സ് വെയിറ്റേജിൽ ചെറിയ കുറവ് വരും. കൂടാതെ അദാനി ഗ്രൂപ്പിൻ്റെ ചില പ്രധാന കമ്പനികളുടെ വെയിറ്റേജ് ഉയർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു റീബാലൻസിങ്ങിലൂടെ MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ മൊത്തത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന 165 കമ്പനികൾ എന്ന ലെവലിൽ നിന്ന് ഇപ്പോൾ 166 കമ്പനികൾ എന്ന രീതിയിൽ ഒരു കമ്പനി അധികമായിട്ട് കാണാൻ കഴിയും. കൂടാതെ MSCIയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ 14 പുതിയ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 19 എണ്ണത്തിന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു MSCI ഇൻഡെക്സിൻ്റെ റീജിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മാർക്കറ്റ് അവറിന് ശേഷമായിരിക്കും ഇത് നടപ്പിലാവുക. അപ്പോൾ സെപ്റ്റംബർ 1 പുതിയ വെയിറ്റേജ് ഔദ്യോഗികമായിട്ട് പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവും. ഈ MSCI അഥവാ മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ പോലുള്ള ഗ്ലോബൽ ഇൻഡെക്സ് പ്രൊവൈഡേഴ്സ് സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് അവർ PE റേഷ്യോ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സെലക്ട് ചെയ്ത 4 സ്റ്റോക്കുകളും ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ നോക്കുന്നത് കമ്പനിയുടെ വലുപ്പമാണ്. കാരണം വലിയ മാർക്കറ്റ് മൂല്യമുള്ള ഇൻഡെക്സിലേക്കാണ് അവർ കൂടുതലായിട്ട് കടന്നു വരിക. പബ്ലിക്കിനും അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റിൽ നല്ല ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളാണ് ആവശ്യം, നല്ല വോളിയം ട്രേഡ് നടക്കുന്ന സ്റ്റോക്കുകളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ദിവസേന വലിയ തോതിൽ ട്രേഡിംഗ് നടക്കുന്ന എളുപ്പത്തിൽ ഓഹരികൾ വാങ്ങാനും വിൽക്കാനും കഴിയുന്ന സ്റ്റോക്കുകൾക്കാണ് മുൻഗണന കൊടുക്കാറുള്ളത്. അതുകൊണ്ടാണ് ഗ്രോ, ലെൻസ്കാർട്ട്, അദാനി എനർജി സൊല്യൂഷൻ പോലെയുള്ള സ്റ്റോക്കുകൾ ഇവിടെ സെലക്ട് ചെയ്യപ്പെടാൻ കാരണം. അതുപോലെ നമുക്ക് കാണാൻ കഴിയും MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്നും പുറത്താക്കപ്പെട്ട സ്റ്റോക്കാണ് ആസ്ട്രൽ ലിമിറ്റഡ്. പക്ഷേ ഇന്ന് ആസ്ട്രൽ ലിമിറ്റഡ് 8% കൂടുതലുള്ള ഒരു റാലി കാണുന്നതായിട്ട് കാണാം. സ്വാഭാവികമായിട്ടും ഒരു ഇൻ്റർനാഷണൽ ഇൻഡെക്സിൽ നിന്ന് ഒരു സ്റ്റോക്ക് പുറത്തു പോകുമ്പോൾ ഈ രീതിയിൽ ആ സ്റ്റോക്ക് ഉയരുക എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്
MSCI സ്റ്റാൻഡേർഡ് ഇൻഡെക്സിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടെങ്കിലും ഇത് MSCIയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുമൂലം FIAസിൻ്റെ ആ ഒരു ഔട്ട്ഫ്ലോ വലിയ തോതിൽ ഉണ്ടാകില്ല എന്ന ഒരു സ്പെക്കുലേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെ ആസ്ട്രൻ്റെ റിസൾട്ട് വളരെ മികച്ചതായിരുന്നു. അതിൻ്റെ Q1 റിസൾട്ടിൽ ഇയർ ഓൺ ഇയറിൽ 15% റവന്യൂ വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 48% വമ്പിച്ച വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ആസ്ട്രൽ ലിമിറ്റഡ് ഉൾപ്പെടുന്ന ആ ഒരു ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയലിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇൻഫ്ലേഷൻ അത് നിലനിൽക്കുമ്പോഴും 48% നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും ആസ്ട്രലിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത്താണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പൈപ്പ് ഇൻഡസ്ട്രി മൊത്തത്തിൽ 10% ഒരു ഡീ ഗ്രോത്ത് നടക്കുമ്പോഴാണ് ആസ്ട്രലിൻ്റെ തങ്ങളുടെ വോളിയം ഗ്രോത്ത് കുറയാതെ നിലനിർത്താൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സ് പോസിറ്റീവ് ആകാൻ കാരണമായിട്ടുണ്ട്. അതുപോലെ റീറ്റെയിൽ കൺസ്ട്രക്ഷൻ മേഖലകൾ തിരിച്ചു വരുന്നതോടെ FY27 കമ്പനിക്ക് കൂടുതൽ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് സ്റ്റോക്കിൽ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പുട്ട് കോൾ റേഷ്യോ ഒന്നിൽ താഴെ നിൽക്കുകയാണ്. അപ്പോൾ കോൾ റൈറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ബിയേഴ്സിൻ്റെ ഒരു ശക്തമായ ആധിപത്യം തന്നെയാണ് മാർക്കറ്റിലുള്ളത്. അവിടെ ഒരു മാക്സ് പെയിൻ നമ്മൾ കാണുന്ന 24,400 എന്ന ലെവലാണ്. ആ ലെവലുകളിൽ ചുറ്റിപ്പറ്റിയാണ് മാർക്കറ്റ് നീങ്ങുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു സപ്പോർട്ട് ലെവൽ 24,300 അവിടെയാണ് കൂടുതലായിട്ടുള്ള പുട്ട് ഇൻട്രസ്റ്റ് ഏറ്റവും അധികം ബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 24,500 ലെവലുകളിലാണ് കോൾ സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ 24,300 24,500 ഈ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും ഒരുപക്ഷെ നെക്സ്റ്റ് ട്രേഡിംഗ് സെഷനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇന്നുണ്ടായിട്ടുള്ള ഒരു ഇടിവ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് സൂചനയാണ്. അതുപോലെ ഇന്ന് അവസാനത്തെ ക്ലോസിംഗിൽ ഉണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റവും ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ മാർക്കറ്റ് നമുക്ക് ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.